ക്രിയേറ്റേഴ്സ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബേബി ഫ്രോക്കിന്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക. ഇനി നമുക്കിത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്തുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ് 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ സെയിം അളവിൽ തന്നെ സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് വരുന്ന നെറ്റ് ഒരു 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ യോക്കിന്റെ പോർഷനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്തിനെ ഞാനിവിടെ ഇതേപോലെ ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നായിട്ട് നമ്മളെ ചെസ്റ്റിന്റെ അളവ് 5.75 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് വേസ്റ്റിലേക്ക് വരുന്ന ലെങ്ത് ആയിട്ട് ഒരു 6.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പോയിന്റിൽ നിന്ന് നമുക്ക് വേസ്റ്റിന്റെ വിഡ്ത്ത് ആയിട്ടൊരു 5.5 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. എന്നിട്ട് ഇതാ വേസ്റ്റിന്റെ ഭാഗത്തു നിന്നായിട്ട് എക്സ്ട്രാ ഒരു 1 ഇഞ്ച് കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക. രണ്ട് വശത്തും ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ യോക്കിന്റെ പോർഷൻ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ. സീം അലവൻസ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ 1 ഇഞ്ച് മുകളിലോട്ട് യോക്കിന്റെ അടിവശത്തു നിന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒരു ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു വരച്ച പോർഷനിലൂടെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ യോക്കിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മൾ ഫ്ലയറിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് ക്ലോത്തിനെ വീണ്ടും ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരു 3.5 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് വരച്ചെടുത്തതിന് ശേഷം ആ വരച്ച ഭാഗത്തു കൂടെ കറക്റ്റായിട്ട് സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു വിഡ്ത്ത് തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മളിതാ ലെങ്ത്ത്, ഫ്ലയറിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ചസ് ആണ് ഫ്ലയറിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വരച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്ലയറിൻ്റെ പോർഷനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസിനെ ഓരോന്നായിട്ട് ഫ്ലയറിൻ്റെ പോർഷനും അതേപോലെ യോക്കിൻ്റെ പോർഷനും ഇതേപോലെ മെയിൻ പീസിലേക്ക് ചേർത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സാറ്റിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലയറിൻ്റെ പോർഷനിൽ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് ഇതേപോലെ അധികം ലെങ്ത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നെക്സ്റ്റ് കെട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വിഡ്ത്തിലും 20 ഇഞ്ച് ലെങ്ത്തിലും ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയറിലേക്ക് വരുന്ന നെറ്റിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നെറ്റിനെ ഞാനിവിടെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നായിട്ട് ഇതേപോലെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ മാർക്ക് ചെയ്യുന്ന പീസ് ഒരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നേരെ മുകളിലേക്കുള്ള പീസുകളും 5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സിസേഴ്സ് വെച്ചിട്ട് ഓരോ പീസായിട്ടൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ പീസും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് യോക്കിൻ്റെ പോർഷനിലേക്ക് വരുന്ന നെറ്റിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ലൈനിങ് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്യണം. ബാക്കി വരുന്ന നെറ്റിൽ നിന്ന് ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതേപോലെ നേരെ ഓരോരോ പീസും ഇതേപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ തൊട്ട് മുകളിൽ വരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ അങ്ങനെ ഓരോരോ പ്ലീറ്റ്സ് എടുത്ത ഓരോരോ ഭാഗങ്ങളും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഓരോരോ പ്ലീറ്റിനായിട്ട് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് അവിടെ ഒരു പ്രസ്സിങ് തയ്യൽ കൂടെ കൊടുക്കുക. ഓരോരോ പീസും ഇതേപോലെ എടുത്തിട്ട് ഒന്ന് നിവർത്തി പിടിച്ചതിന് ശേഷം മുകളിലും താഴത്തുമായിട്ട് ഇതേപോലെ ഒരു പ്രസ്സിങ് തയ്യൽ കൊടുക്കുക. ഓരോ പീസും അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി യോക്കിൻ്റെ പോർഷനിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സാറ്റിൻ ക്ലോത്തിനെ ഈ നെറ്റുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നെറ്റിൻ്റെ പിറക് വശത്തായിട്ട് ഇതേപോലെ സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ബാക്കി ഭാഗത്തേക്ക് വരുന്ന ആ ഒരു നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ കോട്ടൺ ലൈനിങ്ങുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ യോക്ക് പോർഷൻ്റെ മുകൾ വശത്തായിട്ടും നല്ല വശത്തായിട്ടും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഞാനൊന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉൾവശത്തേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു പ്രസ്സിങ് തയ്യൽ കൂടെ കറക്റ്റായിട്ടൊന്ന് കൊടുത്തെടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ബാക്കി വരുന്ന ഭാഗം കൂടെ ലൈനിങ് ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യോക്കിൻ്റെ ബാക്ക് പോർഷനും യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നെറ്റും കോട്ടണും സാറ്റിനും കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ട് ബാക്ക് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഫോൾഡിങ് ഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ സിബ് വെക്കേണ്ട ഭാഗത്തേക്ക് ഒരു 1 ഇഞ്ചിൽ യോക്കിൻ്റെ പോർഷൻ കവർ ആവുന്ന രീതിയിൽ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സൈഡ് ഇതേപോലെ ഫിനിഷ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ആ പീസിനെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 പീസിലും അതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസിനെ ഒന്ന് ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് സിബ് ഫിറ്റാക്കണം. അപ്പോൾ ഇതേപോലെ സിബ് വെച്ചതിന് ശേഷം ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗവും അതേപോലെ തന്നെ സിബൊന്ന് ഫിറ്റാക്കുക. ഇതേപോലെ വെച്ചിട്ട് അടുത്ത ഭാഗവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ഇന്നർ സിബ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇന്നർ സിബ് വെക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേയും ചെയ്തത് കൊണ്ടാണ് ഇതിൽ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്. കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ഇതാ യോക്കിലേക്ക് വരുന്ന ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഷേപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫ്ലയറിലേക്ക് വരുന്ന ലൈനിങ് ക്ലോത്തുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഫ്ലയർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സാറ്റിൻ ക്ലോത്തിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ സാറ്റിൻ ക്ലോത്തും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാറ്റിൻ ക്ലോത്തിൻ്റെ അടിവശമായിട്ട് ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ചുറ്റിലും കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിവശം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ സാറ്റിൻ ക്ലോത്തിനെ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 4 ഇഞ്ച് ഇതേപോലെ അടിവശത്തു നിന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നെറ്റിൻ്റെ ആ ഒരു പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ പോയിന്റ്സും യോജിപ്പിച്ച് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലയറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിൽ ലോങ് സ്റ്റിച്ച് ഇട്ടെടുത്തിട്ട് ഒരു ത്രെഡ് ഇതേപോലെ മാറ്റിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുരുക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. എന്നിട്ട് ആ ഒരു പ്ലീറ്റ്സിനെ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടെ കറക്റ്റായിട്ടൊന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റിലെ ലെയർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ നമ്മളതിന് തൊട്ട് മുകളിലുള്ള ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫ്ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കെട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു അടിവശത്ത് നിന്ന് ഇതേപോലെ മുകളിലോട്ട് ഒരു എൽ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ അതിനെ നല്ല വശത്തേക്കായിട്ടൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കെട്ട് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിൻ്റെ പോർഷനിൽ ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ചെസ്റ്റിൻ്റെ അളവായിട്ട് 11.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവിലായിട്ട് ഒരു 11 ഇഞ്ചസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ചെസ്റ്റും വേസ്റ്റുമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 2 പോയിന്റും ഇതേപോലെ ചേർത്തിട്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതേപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കെട്ടിൻ്റെ ഭാഗം ഇതേപോലെ ഉൾവശത്തായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല വശത്തേക്കൊന്ന് തിരിച്ചെടുക്കാം. പിന്നെ ഇതാ നമ്മൾ മുകൾ വശത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 2 വള്ളി യോക്ക് പോർഷൻ്റെ മുകൾ വശത്തായിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്ക് പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോ വെക്കണം. അതിന് വേണ്ടി ഒരു 6 ഇഞ്ച് ലെങ്ത്തിലും ഒരു 4 ഇഞ്ച് വിഡ്ത്തിലും ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ കാണുന്ന ഒരു സ്പോഞ്ചിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി 3 ഭാഗവും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുള്ളിലേക്ക് അത് തിരിച്ചിട്ടെടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഈ സ്പോഞ്ച് ഒന്ന് ഇതേപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതാ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പ്ലീറ്റ്സ് ഇട്ടിട്ടൊന്ന് അവിടെ ഒരു തുന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നമ്മളൊരു നീഡിൽ വെച്ചിട്ട് തുന്നിയെടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മളെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയറിലേക്ക് വരുന്ന ഭാഗം ഫ്ലെയറിൻ്റെ ലൈനിങ് പീസും മെയിൻ പീസും തമ്മിൽ ഇതേപോലെ ഉൾവശത്തേക്ക് കയറ്റിയിട്ട് ആ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ നമുക്ക് യോക്കിൻ്റെ പോർഷനും ഫ്ലെയറിൻ്റെ പോർഷനും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയറിൻ്റെ പോർഷനെ ഞാനൊന്ന് ചീത്ത വശത്തേക്ക് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ ഫ്ലെയറിൻ്റെ നല്ല വശവും യോക്കിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നല്ല വശത്തേക്കൊന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ ബേബി ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോ കൂടെ ഞാൻ തുന്നി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബേബി ഫ്രോക്ക് ഡിസൈനിങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ.